പ്രിയ സുഹൃത്തുക്കളെ, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അതായത് നിങ്ങൾ ഒരുപാട് എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സാലറി ഇല്ലാതെ ഏറ്റവും കൂടുതൽ തരുന്ന ഏത് ലോൺ ആപ്ലിക്കേഷനാണെന്ന് ഒരുപാട് പേര് ഇന്നലെയും മെനഞ്ഞാന്നും അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് സാലറി ഇല്ലാതെ 50,000 രൂപ കിട്ടിയ ആപ്പ് മീൻസ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല, ഇതിൽ നിന്ന് 50,000 1,00,000 രൂപ വരെ കിട്ടിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് നിങ്ങളൊന്ന് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ മെസ്സേജ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. അത് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടിയാണ്. അതായത് ആധാർ കാർഡും പാൻ കാർഡും വെച്ച് 1,00,000 രൂപ ഇതിൽ നിന്ന് ഏകദേശം ഒരു 700 പേരിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കണ്ട് മറ്റുള്ളവരും തീർച്ചയായിട്ടും അത് അവർക്കൊരു ഇൻസ്പിറേഷൻ ആകും. എനിക്ക് ഫസ്റ്റിൽ ഇതിൽ നിന്ന് കിട്ടിയത് 50,000 രൂപയാണ്. അപ്പോൾ ഇതിൽ ഞാൻ മുമ്പ് 2-3 തവണയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഫോൾട്ട് വരുന്ന ചില സമയത്ത് നിങ്ങളിപ്പോൾ പെട്ടെന്ന് അടച്ചിട്ട് അടുത്ത എമൗണ്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കും, ആ സമയത്ത് ഇത് റിജക്ഷൻ ആകും, നിങ്ങൾക്ക് എലിജിബിൾ അല്ല എന്ന് കാണിക്കും. അതിനുള്ള കാരണവും ഞാൻ 2-3 വീഡിയോസിൽ പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലോൺ കിട്ടുകയുള്ളൂ. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിഫറൻസ്, ഒരു വ്യത്യാസം വരുത്തിയാൽ നിങ്ങൾക്ക് ലോൺ റിജക്റ്റ് ആകും, കിട്ടുകയില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. അതേപോലെ ഞാൻ ആ ഒരു ആപ്പിൻ്റെ ലിങ്ക് RBI അപ്രൂവ്ഡ് ആണ്, നിങ്ങൾക്കറിയാവുന്ന ആപ്പ് തന്നെയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതിൽ നിന്ന് തന്നെ പോകുക. കാരണം ഇത് സാലറി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കിട്ടുന്ന ആ ഒരു സെക്ഷനുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് സാലറി ഇല്ലാത്തവർക്ക് കിട്ടുന്ന സെക്ഷനാണ്. അതിൽ നിന്ന് തന്നെ മാക്സിമം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ഫില്ല് ചെയ്യുമ്പോൾ വരുത്തുന്ന തെറ്റ് ഇവിടെയെന്നല്ല, നിങ്ങൾ ഏത് ബാങ്കിൽ, അപ്പോൾ കാർ ലോൺ ആയിക്കോട്ടെ, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, എന്ത് ലോൺ തന്നെയായാലും നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ബാങ്കിങ്ങിൽ എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും നിങ്ങളോട് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതും. ഇപ്പോൾ ഏത് ബാങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങളുടെ എന്താണ് ലോൺ പർപ്പസ് എന്നുള്ളത്. അത് മെഡിക്കൽ ഉണ്ട്, ബിസിനസ് ഉണ്ട്, ഹൗസ് റിപ്പയർ, സാലറി ഡിലേ, എഡ്യൂക്കേഷൻ, പേഴ്സണൽ എമർജൻസി, വെഡ്ഡിങ് ഈവൻറ്റ്, ഫുഡ്, ഗ്രോസറി, ഇലക്ട്രോണിക് ഡിവൈസ്, പിന്നെ റെൻറ്റ്, യൂട്ടിലിറ്റി ബിൽ, ട്രാവൽ, വെഹിക്കിൾ ഡൗൺ പേയ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതേഴ്സ്. ഇതിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, ബിസിനസ് ഒരിക്കലും കൊടുക്കരുത്, റിജക്റ്റ് ആകും. ഹൗസ് റിപ്പയർ നിങ്ങൾക്ക് കൊടുക്കാം. സാലറി ഡിലേ കൊടുക്കരുത്. സാലറി ഡിലേ കൊടുത്താൽ അവർ വിചാരിക്കുന്നത് എന്താണ്, ഇവർക്ക് സാലറി ഡിലേ ആവും, അപ്പോൾ ലോൺ റീപേയ്മെൻറ്റ് കുറയും. ഹൗസ് റിപ്പയർ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഹൗസ് റിപ്പയർ ആണ്, അപ്പോൾ ആ ഒരു സമയത്തിന് അദ്ദേഹത്തിൻ്റെ സാലറി അദ്ദേഹത്തിന് തികയുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ഇത് എടുക്കുന്നതെന്ന് അവർ ആ ഒരു നോർമലി ചിന്തിക്കും. എഡ്യൂക്കേഷൻ വേണ്ട, പേഴ്സണൽ എമർജൻസി വേണ്ട, വെഡ്ഡിങ് ഈവൻറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ കുഴപ്പമില്ല, ഫുഡ് ആൻഡ് ഗ്രോസറി കൊടുക്കരുത്, ഇലക്ട്രോണിക് ഡിവൈസ്, റെൻറ്റ്, യൂട്ടിലിറ്റി ബില്ല് അതൊന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് വെഡ്ഡിങ് ആൻഡ് ഈവൻറ്റ് കൊടുത്താൽ മതി. ഞാനിവിടെ ഹൗസ് റിപ്പയർ കൊടുക്കുകയാണ്. ഇനി മെറിറ്റൽ സ്റ്റാറ്റസ് നിങ്ങൾ മാരീഡ് തന്നെ മാക്സിമം കൊടുക്കുക, ഇതിൻ്റെ ഒന്നും പ്രൂഫ് ചോദിക്കുകയില്ല. പിന്നെ എഡ്യൂക്കേഷൻ ലെവൽ നിങ്ങൾ ബാച്ചിലേഴ്സ് തന്നെ കൊടുക്കുക, +2 10ാം ക്ലാസ് ഒന്നും കൊടുക്കണ്ട, ബാച്ചിലേഴ്സ് തന്നെ കൊടുക്കുക. ഇനി നിങ്ങളുടെ ഹൗസിംഗ് ടൈപ്പ് നിങ്ങളുടെ പേരിലാണോ, റെൻ്റലാണോ, പേരൻറ്റിൻ്റെ പേരിലാണോ, റിലേറ്റീവ്സിൻ്റെ പേരിലാണോ, നിങ്ങളുടെ പേര് തന്നെയാണ് കൊടുക്കുക, സെൽഫ് ഫണ്ട് തന്നെ കൊടുക്കുക. റെൻ്റഡ് ആണെങ്കിൽ അപ്പോൾ റിജക്റ്റ് ചെയ്യും, ഇതിൻ്റെ പ്രൂഫൊന്നും ചോദിക്കില്ല, സെൽഫ് ഫണ്ട് നമ്മൾ കൊടുക്കാം. ഇനി ചോദിക്കുന്നത് സാലറീഡ് ആണോ അല്ലയെന്നാണ് ചോദിക്കുന്നത്. ഹൗസ് വൈഫ്, സ്റ്റുഡൻറ്റ്, സെൽഫ് എംപ്ലോയി ഒന്നും കൊടുക്കല്ല, കറക്റ്റ് സാലറി തന്നെ കൊടുക്കുക. സാലറി ഉള്ളവർ സാലറി കൊടുക്കുക, കുഴപ്പമില്ല, യാതൊരു ഇഷ്യൂ ഇല്ല. അപ്പോൾ സാലറി നമുക്കിവിടെ കൊടുക്കാം. ഇനി എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് നിങ്ങൾ റെഗുലർ എംപ്ലോയി ആണോ, കോൺട്രാക്ച്വൽ ആണോ, ഫ്രീലാൻസർ ആണോ. ഈ കോൺട്രാക്ച്വൽ എംപ്ലോയിയും ഫ്രീലാൻസറൊന്നും കിട്ടില്ല, നിങ്ങൾ റെഗുലർ എംപ്ലോയി തന്നെ കൊടുക്കണം ഇവിടെ. ഇനി ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ്, എത്ര നാളായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കുന്നു. ഇതിൽ ഒരു 3 മുതൽ 5 വർഷം വരെ നിങ്ങൾ കൊടുക്കണം ഇവിടെ. ഇനി വാട്ട്സ് യുവർ നെയിം ഓഫ് യുവർ കമ്പനി ഓർ ഷോപ്പ്, നിങ്ങളുടെ ഷോപ്പിൻ്റെ പേര് കൊടുക്കരുത്, കാരണം ഷോപ്പ് എന്നവർ വെറുതെ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഷോപ്പ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അരുൺ ബേക്കറി എന്ന് കൊടുക്കുകയാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നല്ലൊരു കമ്പനി തന്നെ ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു കമ്പനി കൊടുക്കുക. വിപ്രോ ഉണ്ട്, ഡെല്ലുണ്ട്, ടെലിവൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്, സദർലാൻഡ്, ഹിന്ദുജ, അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി കൊടുക്കുക, നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇനി ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഫുഡ് സർവീസ്, മാനുഫാക്ചറിങ് നിങ്ങൾ കൊടുക്കാം. ബാങ്കിങ്, ഫിനാൻസ് കുഴപ്പമില്ല കൊടുക്കാം. IT കൊടുക്കാം, എഡ്യൂക്കേഷൻ കൊടുക്കാം, പിന്നെ ഇ-കൊമേഴ്സ് കൊടുക്കാം, ഗവൺമെൻറ്, കോൾ സെൻറ്റർ, BPO, മീഡിയ എന്ന ഓപ്ഷൻ കൊടുക്കാം. ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് IT ആണ്.
ഇനി എന്താണ് നിങ്ങളുടെ ജോബ്? ഇതിൽ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ്, എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ്, മാനേജർ, പ്രൊഫഷണൽ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഏജൻറ്റ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒന്നുകിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ മാനേജർ. ഓക്കെ, ഞാൻ മാനേജർ ഓപ്ഷൻ ഇവിടെ പ്രസ് ചെയ്യുന്നു. ഇനി ഹൗ മച്ച് ഈസ് യുവർ ആവറേജ് മന്ത്ലി ഇൻകം? നിങ്ങൾ 20-നും 30-നും ഇടയിലുള്ള ഒരു ഇൻകം കൊടുക്കുക. 30-ന് മുകളിലോട്ട് കൊടുക്കരുത്, കാരണം 30-ന് മുകളിലോട്ട് കൊടുത്താൽ അവർ ഓവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യാം. ഇനി നിങ്ങൾ എന്നാണ് നിങ്ങളുടെ സാലറി വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് സെക്കൻഡോ തേർഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റിൽ, ഒരു 10-നകമുള്ള ഡേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ 3-ാം തീയതി കൊടുക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ക്യാഷ് നിങ്ങൾക്ക് കിട്ടുന്നത്? ബാങ്ക് വഴിയാണോ, ചെക്ക് വഴിയാണോ, ക്യാഷ് വഴിയാണോ? ഇത് ബാങ്ക് ചെക്കും ക്യാഷും പ്രൊജക്റ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക. ഇനി ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ, നിങ്ങളോട് കോൺടാക്ട് ചെയ്യണമെന്ന് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷ്, തമിഴ്, പിന്നെ ഹിന്ദി ഉണ്ട്. ഇതിൽ മലയാളമില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രിഫർ ആവുന്ന, മീൻസ് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഏതാണോ അത് കൊടുക്കുക. ഞാൻ ഇവിടെ ഇംഗ്ലീഷ് കൊടുക്കാം. ഇനി ഇതിന് മുമ്പ് നിങ്ങൾക്ക് ലോൺ എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങൾക്ക് ഇല്ലെങ്കിലും യെസ്, എനിക്ക് ലോണിനെ കുറിച്ച് അറിയാമെന്ന ഓപ്ഷൻ ഇവിടെ പ്രസ് ചെയ്യുക. ശേഷം ഇവാലുവേറ്റ് മൈ ലോൺ എന്ന ഓപ്ഷൻ കാണും. ഇവിടെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് യു ക്യാൻ അപ്ലൈ ലോൺ ഓൺ ട്രൂ ബാലൻസ് ഫോർ അബൌട്ട് 30 days. എന്തെന്നാൽ എനിക്കൊരു ലോൺ ഇപ്പോൾ അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലോണിൽ ഈ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. തെറ്റിക്കാതിരിക്കുക, ഈ പറഞ്ഞ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. ഇത് എനിക്ക് വന്ന ഒരു 90% പേർക്കും ഇഷ്യൂ ഇതാണ്. സാറേ, എനിക്ക് ആധാർ കാർഡും പാൻ കാർഡും ഉണ്ട്, സിവിൽ സ്കോർ 825 ഉണ്ടോ, 725 ഉണ്ടോ, എന്നെ റിജക്ഷൻ ആക്കി ട്രൂ ബാലൻസ്, ഇവർ ഫ്രോഡാണോ, ഉടായ്പാണോ, എൻ്റെ കൂടെ ചെയ്ത് 650 സിവിലിലോർക്ക് ഈ ലോൺ കിട്ടി. അപ്പോൾ ഇതാണ് കാരണങ്ങൾ. നിങ്ങൾ ഫില്ല് ചെയ്യാവുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ സാലറി ഉള്ളവർക്ക് 12,000 രൂപയും അതിന് മുകളിലും സാലറി ഉള്ളവർക്ക് പേഴ്സണൽ ലോൺ വേണമെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുത്തിരിക്കാം, വാട്സപ്പിൽ കൊടുത്തിരിക്കാം. അത് മീൻസ് വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ഗവൺമെൻറ് ഫേം, ഇതിൽ വർക്ക് ചെയ്യുന്നവർ 1 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഒരുവിധം നല്ല സിബിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം, അതിൽ വിളിച്ചാൽ മതി. ഡോക്യുമെൻറ്റ് വേണ്ടത് 1 മാസത്തെ സാലറി സ്ലിപ്പും 12 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്. 12 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് PDF തന്നെ ആയിരിക്കണം. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്തതായിരിക്കണം. അല്ലാതെ PDF എക്സ്ട്രാക്ട് ചെയ്ത ഫോമാറ്റോ കോപ്പിയോ ഒന്നും സ്വീകരിക്കില്ല. PDF തന്നെ വേണം. 12 രൂപ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ലോൺ ചെയ്ത് തരാം. കാരണം നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് ഇഷ്യൂ വരും, അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞത് ആദ്യം പറഞ്ഞ മാറ്റി ട്രൂ ബാലൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് മീൻസ് ഞാൻ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി ചെയ്തു തരും. 2,000 രൂപ സാലറി ഉള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. കാരണം ഒരു ബാങ്കിൽ 12,000 രൂപ സാലറിയിൽ ലോൺ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു വോട്ടേജ് ഫിനാൻസ് എന്ന കമ്പനി മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.